തിരുകേശ വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന സമസ്തയുടെ മുൻ നിലപാട് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമാവുകയാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ച സമസ്തയെ മുസ്ലിം ലീഗ് ഇടപെട്ടാണ് മുൻപ് അനുനയിപ്പിച്ചത്. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം 15 ദിവസത്തിനകം പിൻവലിക്കാമെന്ന് നൽകിയ ഉറപ്പ് ലംഘിച്ചതാണ് സമസ്തയെ പിണക്കിയത്. PK കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രിയും ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്ന് അതിശക്തമായ പ്രതിഷേധമുയർത്തുമെന്നാണ് സമസ്തയുടെ മുന്നറിയിപ്പ്. ഈ റാലിയുടെ സൂചന ബന്ധപ്പെട്ടവർ മനസ്സിലാക്കും, ഗവൺമെന്റ് മനസ്സിലാക്കും, മന്ത്രിമാർ മനസ്സിലാക്കും എന്നാണ് നാം ചിന്തിക്കുന്നത്. അങ്ങനെയല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ നമ്മൾ അടങ്ങാറാക്കരുത്. എന്താ അടങ്ങാറ്? സമസ്തക്ക് നേരിട്ട് അതിൽ അടങ്ങേണ്ടി വരും. നമുക്കൊക്കെ ഒരുപാട് പണിയുള്ള ആൾക്കാരാണ്. കോഴിക്കോട് ചേർന്ന പ്രതിഷേധ സംഗമത്തിൽ സമസ്തയോട് അടുത്തു നിൽക്കുന്ന മുസ്ലിം ലീഗിനെ പരോക്ഷമായി വിമർശിക്കാനും നേതൃത്വം തയ്യാറായി. എന്നാൽ സമസ്തയെ പിണക്കാനാകാത്ത മുസ്ലിം ലീഗ് വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാനാകാത്ത സാഹചര്യത്തിലാണ്. ജനാധിപത്യപരമായി ഓരോ ഇഷ്യൂസ് അഫിഡവിറ്റിനെ സംബന്ധിച്ച് ഏതോ ഇഷ്യൂസ് ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. അതേ അവർ ചെയ്തോളൂ. അതിന്റെ ന്യായങ്ങൾ തീർച്ചയായും ഗവൺമെന്റ് പരിശോധിക്കും. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സമസ്ത ഇരുവിഭാഗത്തെയും പിണക്കാനാകാത്ത പ്രതിസന്ധിയിലാണ് മുസ്ലിം ലീഗും UDF-ഉം. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.